വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമയാസ് കറി വേൾഡ്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ അച്ചാറിടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം നാരങ്ങയൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം ഇഡലിച്ചെമ്പിനകത്ത് ശകലം വെള്ളം വെച്ചിട്ട് ഒരു തട്ടിലേക്ക് നാരങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവുന്നിടം വരെ ഒന്ന് ആവി ഒളിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇഡലി കുട്ടകത്തിലേക്ക് നാരങ്ങയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി കയറി കഴിഞ്ഞതിന് ശേഷം വെന്ത് കഴിഞ്ഞതിന് ശേഷം കാണാം. നമ്മുടെ നാരങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ആവി കയറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആറിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നാരങ്ങ വെന്ത് കിട്ടാൻ വേണ്ടി. ഇനിയും ഒരു നാരങ്ങയെ നാലായിട്ട് കീറിയിട്ട് വേണം നമുക്ക് അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെക്കാൻ. ഇനി ഇതിനെ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഉപ്പ് ചേർത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം ഞാനൊരു 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമുള്ളൊരു നാരങ്ങയുടെ അവസ്ഥയാണ്. ഇനി നമുക്കിത് അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ല അലിഞ്ഞ് കിട്ടും. കാരണം നമ്മളെല്ലാം ഡയറക്റ്റ് എടുത്ത് അച്ചാറിടുമ്പം തോടിന് ഭയങ്കര കട്ടിയായിരിക്കും. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഇത് അലിഞ്ഞതിന് ശേഷം ഇടുമ്പോൾ അതിനകത്ത് ഉപ്പും എല്ലാം പിടിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ അച്ചാറിടുന്നു നോക്കാം. നമ്മൾ എത്രയും ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നു അത്രയും നല്ലത്. ഇനി നമ്മൾ അച്ചാറിടുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെടുത്ത് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പൊടിക്ക് പോകുമ്പോഴത്തേന് ഇതെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർ സാധാ മുളക് പൊടി ഇത്രയും 5 സ്പൂണൊന്നും വരിയിടരുത്. ഒരു 2.5 അല്ലെങ്കിൽ 3 വരെ ആകാവും. അപ്പോൾ ഇതിപ്പോൾ 5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോയിലും കൂടുതലുണ്ട് നാരങ്ങ. അതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഒരു ടീസ്പൂൺ നിറച്ച് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല അച്ചാറുകൾക്ക്. ഇതൊരു ടേബിൾ സ്പൂണാണ്. ഇത് നിറച്ച് കായപ്പൊടി. കായപ്പൊടി ഇച്ചിരി മുമ്പ് നിന്നാലും കുഴപ്പമില്ല. പക്ഷേ ഉലുവാപ്പൊടി അച്ചാറുകളിൽ കൂടുതലിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെ ഇനി അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നമ്മൾ ഇച്ചിരി ഏറെ എണ്ണ വേണം അച്ചാറുകൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. എങ്കിലേ ഇതൊക്കെ കേടാവാതെ ഇരിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു 4-5 ടേബിൾ സ്പൂണെങ്കിലും നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മളിത് പെട്ടെന്ന് നമുക്കിത് അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. കാരണം കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അച്ചാർ നമ്മൾ എത്ര നാൾ വെച്ചെന്ന് പറഞ്ഞാലും അഴുക്കാവത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ഒരു 3 വറ്റൽമുളക് ഞാൻ നടുവേ കീറി വെച്ചിട്ടുണ്ട്. അതോടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ 2 പച്ചമുളക് ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. വലിയ 2 കുടം വെളുത്തുള്ളി ഇതുപോലെ ഞാൻ പൊളിച്ച് നടുവേ കീറി വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ഒരുപാട് കൂടിപ്പോകരുത്. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടം ഉള്ളതിനനുസരിച്ച് കൂടിയും കുറച്ചുമൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ പച്ചമുളകേ ഉള്ളൂ, കാന്താരി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഒരുപാട് മൂത്ത് പോകണ്ട. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഈ ഒരു പരുവത്തിൽ നമ്മളിത് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് മൂത്ത് പോകണ്ട. നമ്മളിങ്ങനെ പൊടി നമ്മൾ ആദ്യമേ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഇത് മൂത്ത് കഴിക്കും നമുക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോ പൊടിക്ക് വേണ്ടിയും പോകുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. എന്നിട്ടിത് ചെറിയ തീയിലിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പൊടികളുടെ പച്ചമണം മാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് അച്ചാർ കഴിക്കുമ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് പച്ചമണം പോകേണ്ട ഒരു പൊടിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പച്ചക്കുത്തി. അപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 വലിയ ടേബിൾ സ്പൂൺ നിറച്ച് വിനാഗിരി ഒരു കപ്പിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചാറ് നമുക്ക് ഒരുപാട് അച്ചാറിന് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറുകി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് നിറയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു
കാൽ ഭാഗത്ത് വിനാഗിരി എടുത്തിട്ട് അതിൻ്റെ ബാക്കിയാണ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി, ഒരുപാട് തീയിലിടണ്ട, അപ്പോഴത്തേനും തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് കുറുകിപ്പോകും. ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ഉപ്പും വേറൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർക്കണം, കാരണം നമ്മൾ നാരങ്ങ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചപ്പോഴത്തേനും നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വെച്ചത്. അതുകൊണ്ട് നാരങ്ങ ആക്കിയിട്ടതിന് ഒരു കണക്കറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിടുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ സ്പൂണിന് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഇത് ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിക്കുക, കാരണം വിനാഗിരിയൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയാണ്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് എൻ്റെ ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ തീ വെച്ചിട്ട് വേണം ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഇതിൽ നിന്നുണ്ട്, അതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നാരങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ നാരങ്ങാച്ചാറെല്ലാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അതൊരു പരിധി വരെ എരിവൊക്കെ കൂടുതലാണെങ്കിലും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ഇടുന്നത് നമുക്ക് ഉപകാരപ്പെടും. നല്ല അടിപൊളി അച്ചാറാണ്. ഞാനിപ്പോൾ തീ ഇതിൻ്റെ ഓഫ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇനി നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് സൂക്ഷിക്കുക. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ബൈ.